ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേരള പാഠാവലിയുടെ ലേബർ ഇന്ത്യയിൽ വന്നത്. നമുക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. നിർദ്ദേശം: ആകെ 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ആദ്യ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ പ്രവർത്തനം: വായിക്കാം, എഴുതാം. മഴവിൽ കാഴ്ചകൾ. ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ വരിവരിയായി ഞങ്ങൾ നീങ്ങി. ഇടതുവശത്തായി ആർത്തുലച്ച് ചിന്നിച്ചിതറുന്ന കല്ലാറ്. കയറ്റവും ഇറക്കവുമുള്ള വഴിയിൽ ആകാശക്കാഴ്ച മറച്ചു നിൽക്കുന്ന വലിയ പാറ. വിള്ളലുകളിൽ നിന്ന് പ്രവഹിക്കുന്ന നീരുറവുകൾ. ഗുഹകൾ, വൻവൃക്ഷങ്ങൾ, വള്ളികൾ, പൂമരങ്ങൾ. അനുഗ്രഹീതമായ ഒരു വനപ്രദേശം. മീൻമുട്ടി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ കല്ലാറിലൂടെ മുന്നോട്ട് നടന്നു. ആറ്റിലെ വഴുക്കുന്ന കല്ലുകളിൽ ചവിട്ടി കയറിൽ പിടിച്ച് ഒഴുക്കിനെതിരെ ഒരു സാഹസിക യാത്ര. ദൂരെ മാനം മുട്ടുന്ന മലമുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ജലത്തിന്റെ കാലടിപ്പിക്കുന്ന ശബ്ദം. അഖിലനാഥ് SR. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം: ഏത് പുഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഭാരതപ്പുഴ, കല്ലാർ, പെരിയാർ. അപ്പൊ എന്തായിരിക്കും മക്കളെ? കല്ലാർ. അടുത്ത ചോദ്യം: ആകാശക്കാഴ്ച മറച്ചു പിടിക്കുന്നത് എന്താണ്? എന്തായിരിക്കും? വലിയ പാറ, നീരുറവ, പൂമരങ്ങൾ. അപ്പൊ എന്തായിരിക്കും? വലിയ പാറ. അടുത്തത്: എവിടേക്ക് ലക്ഷ്യം വെച്ചാണ് അവർ നടന്നത്? പാറ, കാട്, മീൻമുട്ടി വെള്ളച്ചാട്ടം. അപ്പൊ എന്തായിരിക്കും? മീൻമുട്ടി വെള്ളച്ചാട്ടം. അടുത്തത്: താഴോട്ട് പതിക്കുന്ന ജലത്തിന്റെ ശബ്ദത്തെ ഇവിടെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കാതടുപ്പിക്കുന്ന, ഇടുങ്ങിയ, പ്രവഹിക്കുന്ന. അപ്പൊ എന്തായിരിക്കും? കാതടുപ്പിക്കുന്ന. അടുത്ത ചോദ്യം: ആകാശം എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമേത്? ഗഗനം, മാനം, വാനം. അപ്പൊ എന്തായിരിക്കും? മാനം. അടുത്ത പ്രവർത്തനം 2: കഥ എഴുതാം. കടലോളം സ്നേഹം എന്ന ഭാഗത്ത് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറയുന്ന ഒരു കഥ എഴുതുക. അപ്പൊ നമുക്കത് നോക്കാം. മേഘയുടെ പൂന്തോട്ടം. ഒരു മനോഹരമായ കുഞ്ഞു ഗ്രാമത്തിലായിരുന്നു മേഘയും കുടുംബവും താമസിച്ചിരുന്നത്. പുഷ്പങ്ങളെയും പൂന്തോട്ടത്തെയും ഏറെ ഇഷ്ടമായിരുന്നു മേഘയ്ക്ക്. അവളുടെ വീടിനടുത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ പുല്ലുകളും മുള്ളുകൾ നിറഞ്ഞ ചെടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ചിന്തിച്ചു, ഈ സ്ഥലം മനോഹരമായ ഒരു പൂന്തോട്ടമാക്കാം. അവൾ അത് അമ്മയോട് പറഞ്ഞു. അമ്മ സഹായിക്കാമെന്നേറ്റു. അടുത്ത ദിവസങ്ങളിൽ ആ സ്ഥലം വൃത്തിയാക്കലായിരുന്നു അവരുടെ ജോലി. തുടർന്ന് വിത്തുകൾ പാകി, പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ചു. എന്നും അവയ്ക്ക് വെള്ളം നൽകി. അവൾ സ്കൂൾ വിട്ടു വന്നാൽ കുറേ സമയം അവിടെ ചിലവഴിക്കും. അങ്ങനെ മനോഹരമായ ഒരു പൂന്തോട്ടം അവിടെ വളർത്തിയെടുത്തു. പുഷ്പങ്ങളാൽ നിറഞ്ഞ ആ പൂന്തോട്ടം പതിയെ മറ്റുള്ള ഗ്രാമവാസികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ആളുകൾ പൂന്തോട്ടം കാണാൻ അവിടെ എത്തി. കാട് പിടിച്ച് കിടന്ന സ്ഥലത്തെ പൂന്തോട്ടം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എല്ലാവരും മേഘയെ അഭിനന്ദിച്ചു. അടുത്ത പ്രവർത്തനം 3: താരതമ്യക്കുറിപ്പ്. ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ? മുകളിൽ നൽകിയ കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന രചനയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. തൻ്റെ അമ്മയുടെ കണ്ണിലെ കണ്ണുനീരിനെ കുറിച്ച് ഒരു കുട്ടി എഴുതിയ കവിതയാണിത്. പല കാരണങ്ങളാലും അമ്മയ്ക്ക് കരച്ചിൽ വരാം. പ്രധാനമായും കുടുംബത്തിലെ പ്രശ്നങ്ങളാവാൻ കാരണം. അമ്മയുടെ ദുഃഖം മാറ്റാൻ പ്രയത്നിക്കുക ഓരോ മക്കളുടെയും കടമയാണ്. അതാണ് കവിതയിലെ കുട്ടിയും ആഗ്രഹിക്കുന്നത്. പൊൻകുന്നം വർക്കിയുടെ കഥയും സമാനമാണ്. പിതാവ് നേരത്തെ മരിച്ചുപോയി. പാവപ്പെട്ട കുടുംബം. ആ അമ്മ കഷ്ടപ്പെട്ടാണ് 2 മക്കളെയും വളർത്തിയത്. മറ്റൊരാളുടെ സഹായത്താലാണ് വർക്കി സ്കൂളിൽ ചേർന്നത്. ഫീസ് കൊടുക്കാൻ പോലും അമ്മയ്ക്ക് ആവതില്ലായിരുന്നു. കൂട്ടുകാരൊക്കെ 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് ഇംഗ്ലീഷ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു. തന്നെയും സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയുടെ വക നല്ല തല്ലാണ് വർക്കിക്ക് ലഭിച്ചത്. വർക്കി കരയുന്നതു കണ്ട് അമ്മയും കണ്ണീർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ സങ്കടമാണ് കഥയിലും കവിതയിലും അവതരിപ്പിക്കുന്നത്.
അടുത്തത് പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. എന്റെ തോഴിയല്ലേ വറ്റി വരണ്ടു കിടക്കും നദികളെ മാറോടു ചേർത്താനൊഴുക്കിയില്ലേ, കൊച്ചുവള്ളങ്ങളുണ്ടാക്കിയൊഴുക്കുവ മനസ്സിനുള്ളിൽ മോഹം നൽകുകില്ലേ, പച്ചയുടുപ്പിട്ടു നാണം കുണുങ്ങുന്ന നെൽവയലിൽ കോരിച്ചൊരിയുകില്ലേ, നക്ഷത്രപ്പൂവുകൾ ഇറ്റിവീഴും പോലെ ഇലകളിലെല്ലാം നിറയുകില്ലേ, പെരുമഴേ നീയെന്റെ തോഴിയല്ലേ അരുതെന്ന് ചൊല്ലരുതെന്റെ തോഴി. അഭിജിത്ത് സി.ആർ. കവിതയിലെ പ്രധാന ആശയങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ, സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അഭിജിത്ത് സി.ആർ. എഴുതിയ ഒരു ചെറിയ കവിതയാണ് എന്റെ തോഴിയല്ലേ. മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വറ്റിവരണ്ടു കിടക്കുന്ന പുഴയുടെ അവസ്ഥ കവി ചൂണ്ടിക്കാണിക്കുന്നു. വറ്റിവരണ്ടു കിടക്കുന്ന പുഴയെ ജലസമൃദ്ധമാക്കാൻ എത്തുകില്ലേ എന്ന് മഴയോട് കവി ചോദിക്കുകയാണ്. കൊച്ചുവള്ളങ്ങൾ ഉണ്ടാക്കി പുഴയിൽ ഒഴുക്കുവാൻ കവി ആഗ്രഹിക്കുന്നു. പച്ചയുടുപ്പിട്ടു നിൽക്കുന്ന നെൽവയലുകളിലേക്ക് മഴ ശക്തിയോടെ പെയ്യണമെന്നും ചെടികളിലെ ഇലകളിലെല്ലാം നക്ഷത്രപ്പൂവുകളായി മഴ ഇറ്റിറ്റു വീഴണമെന്നും കവി ആഗ്രഹിക്കുന്നു. തന്റെ തോഴിയാണെന്നും അരുതെന്ന് പറയരുതെന്നും കവി പെരുമഴയോട് അഭ്യർത്ഥിക്കുന്നു. 6 മാസം മഴ പെയ്തുകൊണ്ടിരുന്ന നാടായിരുന്നു നമ്മുടേത്. എന്നാൽ ഇന്ന് കാലാവസ്ഥയാകെ താളം തെറ്റി. സമയാസമയങ്ങളിൽ മഴ കിട്ടാതായി. പുഴകൾ വറ്റിവരണ്ട്. മഴയോട് തന്റെ തോഴിയായി തിരികെ വരാനുള്ള അഭ്യർത്ഥനയായാണ് കവി നടത്തുന്നത്. മനോഹരങ്ങളായ പ്രയോഗങ്ങൾ ഈ കവിതയ്ക്ക് ഭംഗി ചാർത്തുന്നു. മാറോട് ചേർത്തൊഴുക്കുക, പച്ചയുടുപ്പിട്ട വയലുകൾ, നക്ഷത്രപ്പൂവുകൾ ഇറ്റിവീഴും പോലെ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇവിടെ ഉചിതമായി ചേർത്തിട്ടുണ്ട്. മഴയുടെ ദൗർലഭ്യം, നീണ്ടുപോകുന്ന വേനൽക്കാലം തുടങ്ങിയവയൊക്കെ നമ്മുടെ നാട് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾ കവിതാരൂപത്തിൽ പറയാൻ ശ്രമിച്ചത് അഭിനന്ദനീയമാണ്. അടുത്ത പ്രവർത്തനം 5 പ്രതികരണക്കുറിപ്പ്. പൊൻകുന്നം വർക്കി എഴുതിയ എന്റെ അമ്മ എന്ന രചനയിലെ ഏതനുഭവമാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിയത്? എന്തുകൊണ്ട്? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. എന്റെ അമ്മ എന്ന അനുഭവക്കുറിപ്പ് ഏറെ എന്നെ സങ്കടപ്പെടുത്തി. പണ്ട് കാലത്ത് പലരുടെയും ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രയാസപ്പെടുത്തിയത് ഇംഗ്ലീഷ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വർക്കിയെ അമ്മ തല്ലിയ സംഭവമാണ്. എല്ലാവരും 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ശേഷം ഇംഗ്ലീഷ് സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. വർക്കിയെ മാത്രം സ്കൂളിൽ വിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ നല്ല തല്ല് കൊടുക്കുകയും പോയി വല്ല ജോലിയും എടുക്കാൻ പറയുകയുമാണ് ചെയ്തത്. അത് ആ കുട്ടിയെ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും. പക്ഷേ അവൻ കരയുന്നത് കണ്ടപ്പോൾ അമ്മയും കരയുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മിക്കവാറും കുടുംബങ്ങളിലെ സ്ഥിതി ഇത് തന്നെയായിരുന്നു. പട്ടിണി പാവങ്ങളായിരുന്നു ഭൂരിഭാഗവും. കഥയിലെ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഏറെ പ്രയാസം തോന്നി. അടുത്ത പ്രവർത്തനം 6 ഡയറി. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗം ഇഷ്ടമായില്ലേ? ഇടുക്കിയിലെ അണക്കെട്ട് എന്ന മഹാത്ഭുതം കണ്ട ശേഷം വീട്ടിലെത്തിയ അഖിൽ എഴുതിയ ഡയറിക്കുറിപ്പ് എങ്ങനെയാവും എഴുതുക? അപ്പൊ എന്തായിരിക്കും മക്കളെ? ഡയറി എഴുതുമ്പോൾ ആദ്യം തീയതി എഴുതുക. എന്റെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇടുക്കിയിലെ താജ്മഹൽ എന്ന് വിളിക്കുന്ന ഇടുക്കി അണക്കെട്ട് കുടുംബത്തോടൊപ്പം പോയി കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. അച്ഛനും അമ്മയും ഞാനുമാണ് ഇന്ന് ഇടുക്കി അണക്കെട്ട് കാണാൻ പോയത്. വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച. അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീല ജലപ്പരപ്പ്, മാനമുട്ടി നിൽക്കുന്ന ഹരിതാഭമായ മലനിരകൾ. മലകൾക്കിടയിലെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത തണുപ്പ്. കുറുവൻ മലയും കുറത്തി മലയും കാത്തു സൂക്ഷിക്കുന്ന അണക്കെട്ടിന്റെ സൗന്ദര്യം അതിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ബോധ്യമായത്. വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് അതിനെ ശരിക്കും കാണാനായത്. അണക്കെട്ടമ്മേ എന്ന് ഞാൻ അറിയാതെ വിളിച്ചുപോയി. ഇന്നേ വരെ ഞാൻ കണ്ട കാഴ്ചകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഇടുക്കിയിലെ അണക്കെട്ട്. അടുത്ത ചോദ്യം. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത എഴുതിയതാര്? ഏറ്റുമാനൂർ സോമനാഥൻ, പി കുഞ്ഞിരാമൻ നായർ, അശോകൻ ചെരുവിൽ.
അപ്പൊ ആരാ മക്കളെ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത എഴുതിയത്? പി കുഞ്ഞിരാമൻ നായർ. അപ്പൊ നമ്മൾ പ്രവർത്തനം 6 ഇന്ന് ചെയ്തു നോക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം.